കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ കുഴിച്ചുമൂടിയ രഹസ്യം പുറത്തുവരുന്നു. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. DGP പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി. കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തിരോധാന കേസുകളും സംഘം അന്വേഷിക്കും. വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണ കന്നഡ SP-യുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉത്തരവ്. മലയാളിയായ KJ ജോയിയെ ഭൂമി തട്ടിയെടുക്കാനായി കൊലപ്പെടുത്തിയ കേസും അന്വേഷണ പരിധിയിൽ വരും. ജോയിയുടെ കൊലപാതകം സംബന്ധിച്ച വാർത്ത News 18 പുറത്തുവിട്ടത്. അതേസമയം ധർമ്മസ്ഥലയിൽ നിന്ന് ഭീഷണി ഉണ്ടെന്ന് ജോയിയുടെ മകൻ അനീഷ് പറഞ്ഞു. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരെ കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാനാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. സംസ്ഥാന ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവിയും കർണാടക DGP-യുമായ പ്രണവ് മെഹന്തിയാണ് അന്വേഷണ സംഘത്തലവൻ. ഇദ്ദേഹത്തെ സഹായിക്കാൻ പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ MN അനുച്ഛേദ്, SP-മാരായ സൗമ്യലത SK, ജിതേന്ദ്രകുമാർ എന്നിവരെയും നിയമിച്ചിട്ടുണ്ട്. കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് വിദഗ്ധ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഈ മാസം ആദ്യമാണ് ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പീഡനത്തിനിരയായ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും 100ഓളം മൃതദേഹങ്ങൾ തന്നെ കൊണ്ട് നിർബന്ധിച്ച് സംസ്കരിപ്പിച്ചുവെന്നും ജീവഭയം കൊണ്ടാണ് അന്ന് താനത് ചെയ്തതെന്നും വെളിപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങൾ പോലീസിന് കാണിച്ചു കൊടുക്കാമെന്നും ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കോടതിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തിയതോടെയാണ് ഇവരുടെ ആവശ്യപ്രകാരം കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാനായി ഇടുക്കി കട്ടപ്പന സ്വദേശി KJ ജോയിയെ കൊലപ്പെടുത്തിയ സംഭവവും SIT അന്വേഷണ പരിധിയിൽ വരും. ഇത് സംബന്ധിച്ച് News 18 വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച നടപടി സ്വാഗതാർഹമാണെന്ന് കൊല്ലപ്പെട്ട KJ ജോയിയുടെ മകൻ അനീഷ് News 18 പറഞ്ഞു. നല്ല സന്തോഷമുണ്ട്. ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ഇന്ന് നല്ല സന്തോഷമുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു SIT രൂപീകരിച്ചത് വളരെ നല്ലൊരു ഡെവലപ്മെൻ്റായിട്ടാണ് കാണുന്നത്. ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കും. നല്ലൊരു ടീമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് ആക്ഷൻ കൗൺസിലുകാർ പറഞ്ഞതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നല്ലൊരു ടീമിനെയാണ് രൂപീകരിച്ചേക്കുന്നത്. 2018 ഏപ്രിൽ 5 ജോയിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയത്. മൂട് ബദ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. ഭൂമി കയ്യേറിയ സംഘം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ജോയിയുടെ കുടുംബം ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്തിരുന്നു. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാന കേസും SIT അന്വേഷിക്കും. 2003 അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത്. സംഭവത്തിൽ 23 വർഷത്തിന് ശേഷമാണ് പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായത്. അമ്മ സുജാത ഭട്ടിന്റെ പരാതിയിൽ ധർമ്മസ്ഥല പോലീസാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. കർണാടകയിലും കേരളത്തിലും സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. News 18 ധർമ്മസ്ഥല.